ചേട്ടാ, ഒരാൾ സഞ്ജീവായിട്ട് ഓടി പോകുന്നുണ്ടോ? സഞ്ജീവായിട്ടോ? ഇത് അവിടെ ഒന്നൊരു ആട്ടോ പിടിച്ച് അങ്ങോട്ട് പോയി. അപ്പൊ താങ്ക് യു ബൈ. എടാ മീറ്ററേ, ഈ മീറ്റർ അടിച്ച് മാറ്റുന്ന പരിപാടി നിർത്താറായല്ലോ. ഇവിടെ മീറ്റർ പോയേ. രാഘവൻ ചേട്ടൻ നാട്ടുകാരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കണ പണി നിർത്താനേ ഞാൻ ഈ പണി നിർത്താം. എന്തേ? എടാ മീറ്ററേ, ഞാൻ ആ പഴയ ഫ്രോഡ് പരിപാടിയൊക്കെ നിർത്തി. നിന്നെ ഞാൻ തപ്പി നടക്കാൻ. നീ അതിന് പറ്റിയ കക്ഷി. നിനക്ക് ഞാനൊരു സ്ഥിര വരുമാന മാർഗം ഉണ്ടാക്കി തരാം. നീ എന്റെ കൂടെ വരൂ. ഞാനും നീയും കൂടി ഒരു ജുവലറിയുടെ അടുത്ത് ഒരു ചായക്കട നടത്തും. നല്ല കച്ചവടമുള്ള സ്ഥലം. ലാഭം 50-50. പക്ഷേ നിന്റെ ഈ അടിച്ചു മാറ്റുന്ന സ്വഭാവം നിർത്തണം. എന്നാലേ ഉള്ളൂ. വരുമാനം കൊണ്ട് അടിച്ചു മാറ്റലിന്റെ ആവശ്യമില്ലല്ലോ വായി. പിന്നെ ഡെയിലി ഒരു 2 മണിക്കൂർ ടൈം തരണം. അതെന്തിനാ? അല്ല, 2 മീറ്ററിന്റെ പണി നടത്താലോ. ഇല്ലില്ല, ഭരതേട്ടന്റെ കടയായിരിക്കും അല്ലേ? അതെ, ഇപ്പൊ പൂട്ടിക്കിടക്കാണല്ലോ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ഭരതേട്ടൻ കട ആണുങ്ങൾക്ക് കൊടുക്കൂല, പെണ്ണുങ്ങൾക്കേ കൊടുക്കൂ. തലശ്ശേരിക്കാരൻ അബൂബേക്കറിന്റെ ഇത്തായുടെ വരവും കാത്തിരിക്കുകയാണ് ഭരതേട്ടൻ. അതുകൊണ്ട് നമുക്കൊരു കളി കളിക്കണം. എന്ത് കളി? നീ തലശ്ശേരിയിൽ നിന്ന് വരുന്ന ആമീന താത്തയാവുന്നു. $10 രൂപ. അൽഹംദുലില്ലാഹ്. അപ്പളേ കിളവി ആരുണ്ട് ഇതിന്റെ കളവി? എന്നാ ശരി കന്യകേ, ഈ ഭരതന്റെ വീട് എവിടെയാ? ചോദിച്ചിട്ട് ഒരു മനുഷ്യനെ അറിയാൻ പാടില്ല. ഭരതൻ എന്ന് പറഞ്ഞ ആർക്കും മനസ്സിലാവില്ല. വിത്തൗട്ട് ഭരതൻ എന്ന് പറയുന്നു. വിത്തൗട്ടാ? എവിടെയാ? ആ കാണുന്ന വീടാ. അതാണ്. അപ്പൊ വലിയ ഉപകാരം മക്കളെ. അയ്യേ, ഈ സാധനത്തിന് എവിടുന്ന് കെട്ടിയെടുത്തതാ? തലശ്ശേരിന്ന്. അപ്പൊ വരട്ടെ കന്യകേ. എന്തായിരിക്കും ഇയാളെ വിത്തോട്ട് ഭരതെന്ന് വിളിക്കണേ? അണ്ടർവെയർ ഇടൂലായിരിക്കും. ഇതാണ് പഠിച്ചോനെ വീട്. തെറ്റാണ്ട് ഇരുന്നാ മതിയായിരുന്നു. അള്ളാ, ഇവിടെ ഒന്നും ആരും ഇല്ല. ആരായി കിടക്കണത്? ഒറ്റക്കെട്ടില് തവള കുഞ്ഞ് കിടക്കണ പോലെയുണ്ട്. ആരാ? മനസ്സിലായില്ലല്ലോ. നിനക്കെന്നെ മനസ്സിലായില്ല അല്ലേ? നീ എന്റെ മുഖത്തോട്ട് സൂക്ഷിച്ചു നോക്കിയിട്ട് പറയാടാ, നിനക്കെന്നെ മനസ്സിലായില്ലെന്ന്. ഇല്ല, മനസ്സിലായില്ല. എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെയാ എന്റെ മനസ്സിൽ കിടക്കണ. നിനക്കോർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല. നീ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ സ്കൂൾ ആനിവേഴ്സറിക്ക് പാടാൻ ഒരു പാട്ട് പഠിപ്പിച്ചാട്ടേത്താ എന്നും പറഞ്ഞ് നീ ഓടി വന്നപ്പോ ഈ മടിയിലിരുത്തിയ നിനക്ക് ഞാനൊരു പാട്ട് പഠിപ്പിച്ചു തന്നത്. കദളിവായ കയ്യിലിരുന്ന് കർത്തവാക്ക ഇന്നു വിരുന്നു വിളിച്ചു, വിരുന്നുകാരാ വന്നാട്ടെ. എന്നിട്ട് 1ാം സമ്മാനം കിട്ടിയപ്പോ നീ ഓടി വന്നിട്ടാടെ ഈ കവളത്ത് തന്ന ഉമ്മയുടെ ചൂട് ഇപ്പോഴും മറന്നിട്ടില്ല മോനെ. നീ കരയണ്ട. നിന്നെ കരയിപ്പിക്കാനും വിഷമിപ്പിക്കാനും വേണ്ടി പറഞ്ഞല്ല. കറുത്തതൊക്കെ വെളുത്തതൊക്കെ എന്നൊക്കെ പറഞ്ഞ് ചളമാക്കരുത് കേട്ടോടാ. നിന്റെ ചേട്ടൻ കരയാനാണ്, നീ എന്തിനാണ് അങ്ങനെ കരയാൻ? അവന് കരയാണ്ടിരിക്കാൻ പറ്റുമോ? അവന്റെ ഇല വിരിഞ്ഞു പോയ കൂട്ടുകാരൻ അബൂബക്കറിന്റെ ഏക ഇത്തായില്ലടാ ഞാൻ. സൂപ്പർ ഉരുപ്പിടിയാണുള്ളത്. വെറുതെ അല്ല ഇയാളെ കോലം കെട്ട് പോയി. ചേട്ടന്റെ ഭാര്യയാണ്. ഇതാണല്ലേ ഭരതന്റെ 2ാമത്തെ കെട്ടിയോള് രാജമ്മ. ഞാൻ പറയാറില്ലേ നമ്മുടെ രാജമ്മ.
അല്ലാ മരിക്കുന്നതിന് മുമ്പ് നിന്റെ മുഖം ഒന്ന് കാണാനുള്ള നല്ല രസീവെള്ളമുള്ള ഭരതൻ ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല. നീ നിന്റെ ആദ്യത്തെ കെട്ടിയോളം തമ്മിൽ തല്ലി കൊടുപ്പോ പേടിച്ചിട്ട് അവൾ എന്റെ കൂടെ വന്ന് അത്തി ഉറങ്ങണം. ഇവളും അതുപോലെ വഴക്കുണ്ടാക്കാറുണ്ടോ വരുന്ന? വല്ലപ്പോഴൊക്കെ. ആ അത് മതി. മോളെ ദേ നമ്മുടെ ഇത്ത. അല്ലാ ഇത് ഞമ്മടെ സീതമോളല്ലേ? പടച്ചോനെ പണ്ട് ഞാൻ കാണുമ്പോ ഇത്രയേ ഉള്ളൂ. നീ അങ്ങോട്ട് വളർന്ന് കൊന്നത്തെങ്ങോയായി പോയിട്ടൊരു മുത്തേ. ചായ കുടിച്ചിട്ടാവാം. അല്ലെങ്കിൽ ഒരാരെങ്കിലും ഭർത്താനം പറഞ്ഞോണ്ടിരിക്കുക ഇടയ്ക്ക് വന്ന് പ്രശ്നമുണ്ടാകും. പണ്ടുള്ള പരിപാടിയുണ്ട്. മോളെ അമ്മയില്ലാതെ വളർന്ന കുട്ടിയെ ഇനി മുതൽ ഇതുങ്ങൾ രണ്ടാക്കും ഒരു കുറവും ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കൂല. എനിക്കത് മതി, അത് മതി. 280 ആദ്യ ദിവസം തന്നെ 280 രൂപ കിട്ടിയ സ്ഥിതിക്ക് ഇനി ഒരു 6 മാസം കൂടി കഴിയുമ്പോ ഈ ഹോട്ടൽ പൊളിക്കേണ്ടി വരും. അപശകുനം പറയാതാടാ തെണ്ടിയുടെ മോനെ. പൊളിച്ച് കളഞ്ഞിട്ട് 5 സ്റ്റാർ ഹോട്ടലാക്കേണ്ടി വരുമെന്ന്. ഓ എന്ന് എന്നാലേ എനിക്ക് ചെറിയ ആഗ്രഹങ്ങളേ ഉള്ളൂ. ദിവസം 3 നേരം നല്ല ശാപ്പാട്, കയ്യിലും ബാങ്കിലും നിറയെ കാശ്, സഞ്ചരിക്കാൻ ഒരു AC കാറ്, കുടിക്കാൻ വിദേശ സ്കോച്ച്, പിന്നെ ഡെയിലി നല്ലൊരു ഉറക്കം. അത് ശരി. ഞാൻ കരുതി. നീ എന്തോന്ന് കരുതി? ഇല്ല, ഞാൻ വെറുതെ കരുതി. അപ്പോ ഹോട്ടലിൽ നിന്നുള്ള വരുമാനം ഓക്കെ. പക്ഷെ ഇതുകൊണ്ട് മാത്രം വണ്ടി ഉരുളില്ലല്ലോ. പിന്നെ എങ്ങനെ ഉരുട്ടണം? ഭരതേട്ടന്റെ മേളിലത്തെ പണിതീരാത്ത മുറി വാടകയ്ക്ക് കൊടുക്കാം. ബെസ്റ്റ് ഐഡിയ. പക്ഷെ അത് 50-50 ഇല്ല. ഇല്ലേ? അങ്ങനെയാണ് ഞാൻ ഈ കുപ്പ അഴിക്കാൻ പോവാ. അഴിക്കരുത്. പദ്ധതി നടപ്പിലായ തരാമടാ. അങ്ങനെ വഴിക്കുവാ. പക്ഷെ ഈ പണി തീരാത്ത മുറിയിൽ ആര് വാടകയ്ക്ക് വരും? തപ്പണം. അത് നേരാ. തപ്പാനും തടി തപ്പാനും ചേട്ടൻ കവിഞ്ഞിട്ടേ ആളുള്ളൂ. കടമനിട്ട കവിതകൾ എപ്പോ കേട്ടാലും നമ്മുടെ മനസ്സ് ആർദ്രമായി പോകുമല്ലേ. എന്നാലും എനിക്കേറെ ഇഷ്ടം മധുസാറിന്റെ കവിതകളാണ്. ബാബുനോ? എനിക്കിഷ്ടം പ്രേംനസീറിന്റെ കവിതകളാണ്. പ്രേംനസീർ കവിത എഴുതുമായിരുന്നോ? പിന്നെ, പക്ഷെ അതാർക്കും അറിയില്ലായിരുന്നു, പ്രേംനസീറിന് പോലും. ഏകാന്തത വേട്ടയാടുന്ന നിമിഷങ്ങളിൽ പ്രേംനസീർ സാറ് കവിതകളെ വേട്ടയാടുമായിരുന്നു. അതൊന്നും അറിയില്ലല്ലേ മണ്ടി പെണ്ണെ. അപ്പൊ നാളെ കവിയരെങ്കിലും വെച്ച് കാണാം. എന്താ? കാണാം. ഓ ശരി. ലക്ഷ്മി, ഇപ്പോഴാ ഓർത്തത്, സുകുമാർ അഴീക്കോടിന്റെ പുതിയ ഡിറ്റക്റ്റീവ് നോവൽ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഡിറ്റക്റ്റീവ് നോവലോ? അത് ഞാൻ പറ്റിക്കാൻ പറഞ്ഞതാ. കവിതാ സമാഹാരം. അതിന്റെ ഒരു പുതിയ കോപ്പി വാങ്ങിയാൽ കൊള്ളാവുന്നുണ്ട്. ഞാനാണെങ്കിൽ പേഴ്സ് എടുത്തില്ല. ഇനി വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോ ലേറ്റ് ഒരു 200 രൂപ ചേഞ്ച് ഉണ്ടാവോ കയ്യില്? ഓ അതിനെന്താ? ഈ കവിതാ സമാഹാരങ്ങൾക്കൊക്കെ ഇപ്പൊ എന്ത് വിലയല്ലേ. എന്നാ കാണാട്ടോ. ചുട്ടു തിന്നെങ്കിൽ അത് വിശന്നിട്ടായിരിക്കും. കറുത്ത മക്കൾക്ക് റസ്റ്റ്. ഇനി കുറച്ചു നേരത്തേക്ക് വെളുത്തത്. Before we close, here is the news summary. In Madhya Pradesh, polling for 170 assembly seats will take place tomorrow. Noted diplomats and academicians view the Shimla Agreement as the framework for improving Indo-Pak relations. The railways are to launch an insurance scheme to cover passengers hurt in riot and terrorist acts. റേഡിയോ ഒന്ന് ഓഫ് ചെയ്യുന്നേ. And in cricket,
India meets Western. രാവിലെ മുതൽ ഓഫീസിലിരുന്ന് മുഷിഞ്ഞു വരിക. ഏയ് അങ്ങനെ മുഷിഞ്ഞിട്ടൊന്നുമില്ല. AC റൂമിലല്ലേ എപ്പോഴും ഇരിക്കുന്നത്. അങ്ങനെ മുഷിയൊന്നുമില്ല. ഫെർണാണ്ടസിന് അറിയാഞ്ഞിട്ടാ. ട്രാവൽ ഓഫീസ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഓൾ അവേഴ്സ് ബിസി ആയിരിക്കും. ഫെർണാണ്ടസിന്റെ അടുത്ത് വരുമ്പോഴാ ഒരു സമാധാനം. You know, manager always seeks my help and assistance for everything. I'm not just one among the 60 staff members for him. You see, I'm supposed to make fax, telex, phone calls, and what not. I don't simply get time to attend the customers at the ticketing counter. Oh, a boring mechanical life. I'm fed up. ഷീല, എന്റെ അച്ഛൻ, സോറി ഡാഡി, എപ്പോഴും എന്നോട് പറയാറുണ്ട്, ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. Fernandez. ഷീല, യു നോ, cigarette smoking is injurious to health. Oh, you're too naughty. Okay. Nothing official about it. ഷീലയ്ക്ക് ഇവിടെ ഇറങ്ങണോ? അല്ലെങ്കിൽ വേണ്ട, നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് പോകാം. സത്യം പറയാലോ ഷീല, ഞാൻ മനസ്സിൽ ആഗ്രഹിച്ച പോലത്തെ പെണ്ണ. താൻ അടുത്തുള്ളപ്പോ I forget everything, even the shaving.